രാവിലത്തെ പുട്ട്. ഇതൊക്കെ ഒരു ഓർമ്മയാണ്. നിങ്ങൾക്ക് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ട് ഇതൊക്കെ? നമുക്ക് ആർക്കെങ്കിലും അറിയോ? ഈ എന്താ പറയുക, ഇതിലെന്താ പേര് പറയുക? തേങ്ങ ചിരണ്ടി. ഓക്കെ. ഇങ്ങനെ എല്ലാ പഴയ പുട്ട് മാത്രമല്ല, പുട്ടുക്കുള്ള കറി തട്ടാ. നല്ല ചിക്കൻ കറി വെക്കാൻ പോണത്. ചിക്കൻ കറി ചിക്കൻ കറി വെക്കാനാണ് പോണത്. അതിനുള്ള പരിപാടിയൊക്കെയാണ്. ഗ്യാസൊക്കെ 2 ഗ്യാസ് ഉണ്ട്. 2 നാട്ടുകാരാണ്. അപ്പോൾ ഏത് സമയത്തും കൊണ്ടുപോവാം. ഏതായാലും കറി നമുക്കുള്ള ഉള്ളി വാട്ടട്ടെ. രാഗിപ്പുട്ട്. അപ്പോൾ അത് കുഴച്ചെടുക്കുക ആദ്യം. എല്ലാവർക്കും അറിയാം, എന്നാലും നമ്മളൊന്ന് പറയുകയാണ് കേട്ടോ. പുട്ട് ഇങ്ങോട്ട് കുഴച്ചെടുക്കട്ടെ. രാഗിപ്പുട്ട് ഉണ്ടാക്കാൻ പോണതോ പുട്ടും കുറ്റിയിലല്ല, ഇന്ന് സ്പെഷ്യലാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോണത് ചിരട്ടപ്പുട്ട് എന്നൊക്കെ ഇട്ടില്ലേ, നമ്മൾ ചിരട്ടപ്പുട്ടിലല്ല. നമ്മൾ ഉണ്ടാക്കാൻ പോണത് എന്തിനാണ്? അരിപ്പപ്പുട്ടാണ്. അരിപ്പ പുട്ടും കുറ്റിയില്ല, അപ്പം അരിപ്പപ്പുട്ടിലുണ്ടാക്കുക. ഓക്കെ. അപ്പം നമ്മൾ ഉണ്ടാക്കുമ്പോൾ ബാക്കി കാണിച്ചു തരാം. ആവി വന്നുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഇതിലിങ്ങനെ ഇറക്കി വെക്കുക. ഇതിലിങ്ങോട്ട് ഇറക്കി വെക്കുക നമ്മൾ. അപ്പോൾ ആവി ഇങ്ങനെ വരും. നല്ല സെറ്റായിട്ടുണ്ട്. കാരണം പുട്ടുണ്ടാക്കാൻ വേറെ പുട്ടും കുറ്റിയില്ല. അപ്പം നമ്മൾ ഞങ്ങൾ ഇതിനെ അടച്ചേക്കുമ്പോൾ സെറ്റാവും. ആവി കുറച്ചൊക്കെ പുറത്ത് കൂടെ പോകുന്നുണ്ട്, സാരമില്ല. എന്നാലും സെറ്റപ്പാണ്. കണ്ടില്ലേ? ഇതിൽ നമ്മൾ പുട്ട് ഉണ്ടാക്കാൻ പോകുന്നത് കറണ്ടിലാണ്. ഓക്കെ. അപ്പോൾ ഞാൻ ഉണ്ടാക്കി ബാക്കി ഭാഗം പിന്നെ. ഓക്കെ. പുട്ടൊക്കെ നനച്ച് ശരിയാക്കിയിട്ടുണ്ട് കേട്ടോ. പുട്ടിൻ്റെ പൊടിയൊക്കെ നനച്ചിട്ടുണ്ട്. നമ്മൾ തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് എന്തിലാണ് അറിയെങ്കിൽ, ഇതാണ് നമ്മളെ പുട്ടും കുറ്റി. ഇതാണ് നമ്മൾ അരിപ്പ. ഇത് വെച്ചിട്ടാണ് നമ്മൾ പുട്ടുണ്ടാക്കാൻ പോണത്. അപ്പോൾ വലിയ അരിപ്പ പുട്ടാണ്. കണ്ടോളി. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം നമ്മൾ ശരിയാക്കി തരാം. അങ്ങനെ നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ട്? അരിപ്പിയിൽ പുട്ടിൻ്റെ പൊടിയൊക്കെ നിറച്ചിട്ടുണ്ട്. നമ്മളിത് വെക്കാൻ പോവാണ്. കണ്ടില്ലേ? വെക്കാൻ പോവാണ് കേട്ടോ. നമ്മുടെ പുട്ടിൽ ആവി വരുന്നുണ്ട്. കണ്ടില്ലേ? വെന്തിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുക. നമുക്ക് നല്ലോണം ആവി വരുന്നുണ്ട്.